Hello dear students, the next visible surface dilatation algorithm is A buffer algorithm. Actually it is an extension of Z buffer algorithm and it solves the disadvantages of Z buffer algorithm. Okay, Z buffer algorithm കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സർഫസ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ Z ബഫറിൻ്റെ കേസിൽ നമ്മൾ ഒപ്പേക്ക് ആയിട്ടുള്ള ഒബ്ജക്ട്സ് മാത്രമേ അല്ലെങ്കിൽ സർഫസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് ഫൈനലി ഒരു ഡെപ്ത് ബഫറിൽ ഉള്ള ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫേസിൻ്റെ ഡെപ്ത് ഇൻഫോർമേഷൻ ആയിരിക്കും. അതായത് അവിടെ ഒരു സർഫേസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ പഠന എക്സാമ്പിളിനെ ബേസ് ചെയ്താണെന്നുണ്ടെങ്കിൽ ഹിയർ 3 സർഫേസിൽ S1ൻ്റെ ഇൻഫോർമേഷൻസ് മാത്രമേ നമ്മൾ ഡെപ്ത് ബഫറിലും കറസ്പോണ്ടിങ് ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ മാത്രമേ നമ്മുടെ റിഫ്രഷ് ബഫറിലും കാണും. ഓക്കെ, ഇൻ കേസ് നമ്മുടെ സ്ക്രീനിൽ ഒരു ട്രാൻസ്പെറൻറ്റ് സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആണ് ഉള്ളതെങ്കിൽ ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അക്കോർഡിംഗ് ടു ദ അൽഗോരിതംസ് ദാറ്റ് വി ഡിസ്കസ്ഡ് ടിൽ നൗ, നമ്മൾ ഈ ഒരു ഇതിൽ ഇതാണ് ഫ്രണ്ട് എങ്കിൽ ഈ ഒരു ഫേസ് മാത്രം കാണുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഇതൊരു ക്യൂബാണ്, ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള മൾട്ടിപ്പിൾ സർഫേസും കൂടെ കൺസിഡർ ചെയ്യുന്നു. അതായത് സെറ്റ് ഓഫ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതും കൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ, ദാറ്റ് മീൻസ് ഈ ഒരു സീൻ കാണുമ്പോൾ തന്നെ ഇതും അതിനുള്ളിലൂടെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ, അതായത് മൾട്ടിപ്പിൾ സർഫേസ് കാണണം എങ്കിൽ ആ കേസിൽ നമുക്ക് ഇസഡ് ബഫർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇസഡ് ബഫർ യൂസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ഇയാളായതുകൊണ്ട് ഇയാളെ മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റൂ. ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ ഒരു ബാക്ക് ഫേസിന്, ഇൻസൈഡുള്ള ബാക്ക് ഫേസിന് നമുക്ക് കാണാൻ പറ്റില്ല. സോ നമുക്ക് ആ കേസിൽ ഇസഡ് ബഫർ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇസഡ് ബഫറിൻ്റെ ആ ഒരു ഡിസഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ ഇസഡ് ബഫറിൻ്റെ തന്നെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള അൽഗോരിതമാണ് എ ബഫർ അൽഗോരിതം. ഓക്കെ, സോ എ ബഫർ ഈസ് ആക്ച്വലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ഐഡിയാസ് ഇൻ ദ ഡെപ്ത് ബഫർ or ഇസഡ് ബഫർ മെത്തേഡ്. A drawback of the Z buffer or depth buffer method is it can find only one visible surface at each position. In other words, it deals only with opaque surface. Okay, so in order to deal with a transparent surface, or in order to display transparent surface also, we can use A buffer algorithm. The A buffer algorithm expands the depth buffer so that each position in the buffer can reference a linked list of surface. അപ്പോൾ നമ്മൾ ഡെപ്ത് ബഫറിലെ ഡിസഡ്വാൻറ്റേജഡ് ആയിട്ട് പറഞ്ഞത് ഒരു വിസിബിൾ സർഫസ് മാത്രമേ അത് ഡിറ്റക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എ ബഫറിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സർഫേഴ്സ് അവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ സർഫേഴ്സിൻ്റെ ഇൻഫോർമേഷൻ നമുക്കവിടെ സ്റ്റോർ ചെയ്യേണ്ടി വരും. സോ ഹിയർ നമ്മൾ ഇസഡ് ബഫറിൽ യൂസ് ചെയ്ത ഡെപ്ത് ബഫറിൽ പോലെ ഇവിടെ ഒരു എ ബഫർ യൂസ് ചെയ്യുന്നുണ്ട്. എ ബഫർ ഇൻ ഈച്ച് പൊസിഷൻ ദ എ ബഫർ, അവിടെ നമുക്ക് ഡെപ്ത് ബഫർ അല്ലെങ്കിൽ ഇസഡ് ബഫറിനകത്ത് നമ്മൾ ഇസഡ് വാല്യൂ അല്ലെങ്കിൽ ഡെപ്ത് വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യൂ. ഇവിടുത്തെ എ ബഫറിൽ നമ്മൾ 2 ഫീൽഡ് ഉണ്ടെങ്കിൽ 2 ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ 2 ടൈപ്സ് ഓഫ് ഇൻഫോർമേഷൻ നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് ഫീൽഡ് ഈസ് ഡെപ്ത് ഫീൽഡ് ആൻഡ് ദ സെക്കൻഡ് ഫീൽഡ് ഈസ് ഇൻറ്റൻസിറ്റി ഫീൽഡ്. അതായത് നമ്മളിവിടെ ഒരു എ ബഫർ മാത്രം യൂസ് ചെയ്യുന്നത് പോൽ അല്ലാതെ ഇസഡ് ബഫർ മെത്തേഡിൽ പോലെ 2 സെപ്പറേറ്റ് ഡെപ്ത് ബഫർ ആൻഡ് ഇൻറ്റൻസിറ്റി ബഫറിന് വേണ്ടി സെപ്പറേറ്റ് ഇൻറ്റൻസിറ്റി സ്റ്റോർ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ബഫർ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എ ബഫറിലെ ഓരോ പൊസിഷനിലെയും ഓരോ എൻട്രി എന്ന് പറയുന്നതും അവിടെ 2 ഫീൽഡുണ്ട്. ഫസ്റ്റ് ഫീൽഡ് ഡെപ്ത് ഫീൽഡിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ഫീൽഡിൽ കറസ്പോണ്ടിങ് ഏത് സർഫസ് ആണോ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ചില കേസിൽ പോയിൻറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഫീൽഡിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ദെൻ സെക്കൻഡ് ഫീൽഡിൽ ഇൻറ്റൻസിറ്റി വാല്യൂ ഓർ പോയിൻ്റ് ടു ലിസ്റ്റ് ഓഫ് സർഫസ് ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഫീൽഡിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇഫ് ദ ഡെപ്ത് ഫീൽഡ്, അതായത് ഫസ്റ്റ് ഫീൽഡ് ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ നമ്പർ സ്റ്റോർഡ് അറ്റ് ദാറ്റ് പൊസിഷൻ ഈസ് ദ ഡെപ്ത് ഓഫ് എ സിംഗിൾ സർഫസ് ഓവർലാപ്പിംഗ് ദ കറസ്പോണ്ടിങ് പിക്സൽ ഏരിയ. അല്ലെങ്കിൽ ഡെപ്ത് ഫീൽഡിലെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം അവിടെ ഒരു സിംഗിൾ സർഫസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഫീൽഡ് സ്റ്റോഴ്സ് ദ ഇൻറ്റൻസിറ്റി ഓർ ദ RCB കമ്പോണൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സർഫസ്. ഓക്കെ, നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ ഈ ഡെപ്ത് ഫീൽഡിൽ പോസിറ്റീവ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം അവിടെ ഒരു സർഫസ് മാത്രമേ ഉള്ളൂ. ആ സർഫസിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇഫ് D is greater than 0, this second field contains the intensity. Then if the D equal to negative value, that is D is
ലെസ് ദാൻ 0, ദാറ്റ് മീൻസ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് മൾട്ടിപ്പിൾ സർഫസ് ഉണ്ട്. അതായത് മൾട്ടിപ്പിൾ സർഫസിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് സർഫസ് ആയിരിക്കും, മൾട്ടിപ്പിൾ സർഫസ് നമുക്ക് വ്യൂ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. സോ ആ മൾട്ടിപ്പിൾ സർഫസിലോട്ടുള്ള പോയിൻ്ററാണ് സെക്കൻഡ് ഫീൽഡിൽ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലായോ? നമുക്ക് രണ്ട് ഫീൽഡുണ്ട്. ഫസ്റ്റ് ഫീൽഡിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ, സെക്കൻഡ് ഫീൽഡിൽ ഇൻറ്റൻസിറ്റി വാല്യൂ ഓർ പോയിൻ്റ് ടു ലിസ്റ്റ് ഓഫ് സർഫസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഫീൽഡിൽ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ദാറ്റ് മീൻസ് സിംഗിൾ സർഫസ് ആൻഡ് കറസ്പോണ്ടിങ് ഇൻറ്റൻസിറ്റി വാല്യൂ ആയിരിക്കും ഇൻറ്റൻസിറ്റി ഫീൽഡിൽ. ദെൻ ഫസ്റ്റ് ഫീൽഡിൽ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ വിച്ച് മീൻ ഇൻഡിക്കേറ്റ്സ് എ മൾട്ടിപ്പിൾ സർഫസ്. സോ മൾട്ടിപ്പിൾ സർഫസിലോട്ടുള്ള പോയിൻറ്റ്സ്, ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ സർഫസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലിങ്കഡ് ലിസ്റ്റാണ് മീൻ ചെയ്യുന്നത്. ആ ലിങ്കഡ് ലിസ്റ്റിലോട്ടുള്ളൊരു പോയിൻ്റാണ് ഇൻറ്റൻസിറ്റി ഫീൽഡിലുള്ളത്. ഇനി എന്താണ് ഈ സർഫസ് 1 സർഫസ് 2 എന്ന് പറഞ്ഞ ലിങ്കഡ് ലിസ്റ്റിലുള്ള ഓരോ ഡേറ്റയും മീൻ ചെയ്യുന്നത്? ഓക്കെ, സോ ഹിയർ ഡേറ്റ ഫോർ ഈച്ച് സർഫസ് ഇൻ ദ ലിങ്കഡ് ലിസ്റ്റ് ഇൻക്ലൂഡ്സ് RGB intensity values, then opacity parameter, that means percentage of transparency, depth, percentage of area coverage, then surface identifier, other surface rendering parameters and pointer to next surface. This is coverage. ഓക്കെ, ഇത്രയും ഇൻഫോർമേഷൻസ് ആയിരിക്കും നമ്മുടെ ഈ സർഫസ് 1 സർഫസ് 2 എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. തന്നെ ഒരു പോയിന്ററും കാണും. മനസ്സിലായോ? മൾട്ടിപ്പിൾ സർഫസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സർഫസിനെയും പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ലിങ്കഡ് ലിസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ ലിങ്കഡ് ലിസ്റ്റിനകത്ത് ഓരോ സർഫസിനെയും പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ കാണും. ദ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ ആയിരിക്കും. ദെൻ ട്രാൻസ്പെറൻസി, ഡിഗ്രീസ് ട്രാൻസ്പെറൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒപ്പേസിറ്റി പാരാമീറ്റർ ആയിരിക്കും, ഡെപ്ത് ആയിരിക്കും, പെർസെൻറ്റേജ് ഓഫ് ഏരിയ കവറേജ് വരാം, റെൻഡറിങ് പാരാമീറ്റേഴ്സ് വരാം, ദെൻ പോയിൻ്റ് ടു നെക്സ്റ്റ് സർഫസ് വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എ ബഫർ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സർഫസ്, ദാറ്റ് മീൻസ് ട്രാൻസ്പെറൻസി സർഫസ് ഉണ്ടെങ്കിൽ അവിടെ ഒരൊറ്റ പർട്ടിക്കുലർ സീനിനകത്ത് എന്തൊക്കെ സർഫസ് ഉണ്ടോ നമുക്കതെല്ലാം ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അത് ട്രാൻസ്പെറൻറ്റ് സർഫസ് ഉണ്ടെങ്കിൽ ആ സർഫസിലെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദീസ് ഓൾ അബൌട്ട് A buffer algorithm. So A buffer algorithm means actually it is an extension of Z buffer and it solves the problems or disadvantages of Z buffer. That is, it can Z buffer algorithm cannot be used to display transparent object, and A buffer algorithm can be used to display both transparent and opaque objects. So the main difference is here it consisting of only one buffer, that is A buffer, which consists of two field, depth of field and intensity field. Depth of field shows either positive or negative value. Positive value means one surface and negative value means multiple surface. And intensity field stores if only one surface, corresponding intensity. If multiple surface, it contains a point into the list of surface. And the list of surface holding informations like intensity, depth, rendering parameters, opacity parameters, etc. Okay, thank you.